ഹരേ കൃഷ്ണ. ഉത്തരകാണ്ഡമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. അതുപോലെ രാമായണം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് രാമായണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, രാമായണത്തിൻ്റെ ഫലശ്രുതി എന്താണ് എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം രാമായണം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്തു മനസ്സിലാക്കിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയുന്ന കാര്യങ്ങളാണ് ആ ഭാഗത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 3 ഭാഗങ്ങളും എല്ലാവരും ഒന്ന് കേട്ടുകൊള്ളുക. ഹരേ കൃഷ്ണ. ശ്രീരാമൻ രാജ്യം ഭരിക്കുന്നു. അകാല മരണമോ ക്ഷാമമോ എങ്ങുമില്ല. രാമൻ ഒരിക്കൽ ഭരതനോട് പറഞ്ഞു, അനുജ, രാജ്യകാര്യങ്ങളെപ്പറ്റി ചിലത് ആലോചിക്കാനുണ്ട്. യുദ്ധം ചെയ്ത് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. രാജ്യഭാരം നിന്നിൽ അർപ്പിച്ചിട്ട് എനിക്ക് കുറച്ചു ദിവസം അന്തഃപുരത്തിൽ വിശ്രമിക്കണമെന്നുണ്ട്. നിങ്ങൾ 3 പേരും കൂടി ആലോചിച്ച് രാജ്യം ഭരിക്കുക. ഭരതൻ കൂപ്പുകൈയോടെ പറഞ്ഞു, 14 വർഷം സേവകനായി പാതുക പൂജ ചെയ്തുകൊണ്ട് ഞാൻ രാജ്യം ഭരിച്ചു. ഇപ്പോൾ ജ്യേഷ്ഠൻ തന്നെ ഇവിടെയുള്ളപ്പോൾ പേടിക്കാൻ എന്തിരിക്കുന്നു? അന്തഃപുരത്തിൽ സുഖമായി വിശ്രമിച്ചുകൊള്ളുക. സേവകനായി രാജ്യം ഞാൻ ഭരിച്ചുകൊള്ളാം. ഭരതൻ പറഞ്ഞതിൽ സന്തോഷം തോന്നിയ രാമൻ കൈനീട്ടി സഹോദരന്മാരെ അനുഗ്രഹിച്ചു. 3 ജ്യേഷ്ഠനെ പ്രണമിച്ചു. രാമൻ അന്തഃപുരത്തിലേക്ക് പോയി. സീത രാമചരണങ്ങൾ വന്ദിച്ചു. രാമൻ പറഞ്ഞു, ലങ്കയിൽ സ്വർണ്ണ അശോകവനികയിൽ ദേവകന്യകളുമൊത്ത് കേളിയാടിയതിനേക്കാൾ നന്നായി രമ്യമായ ഒരു പുരി നിർമ്മിച്ച് നമുക്ക് 2 പേർക്കും അതിൽ ജീവിക്കണം. നാനാവർണ്ണ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു പുരി ആയിരിക്കണം അത്. രഘുനാഥൻ്റെ വാക്ക് കേട്ട് സീതാദേവി സന്തോഷിച്ചു. രാമൻ്റെ അഭിലാഷമനുസരിച്ച് ബ്രഹ്മാവ് വിശ്വകർമാവിനെ അയോധ്യ നഗരത്തിലേക്ക് അയച്ചു. രാമനെ വന്ദിച്ചുകൊണ്ട് വിശ്വകർമാവ് പറഞ്ഞു, അശോകവനിക നിർമ്മിക്കാൻ എന്നെ ബ്രഹ്മാവ് പറഞ്ഞയച്ചതാണ്. വിശ്വകർമാവ് അതിമനോഹരമായ രീതിയിൽ അതിസുന്ദരമായ ഒരു പുരി നിർമ്മിച്ചു. സ്വർണവർണ്ണമുള്ള ഫലപുഷ്പങ്ങളുള്ള വൃക്ഷങ്ങളുള്ള ഇണമയൂരങ്ങൾ നൃത്തമാടുന്ന ഒരു പുരി. പൂക്കൾ വിടർന്നു നിൽക്കുന്നു. താമരപ്പൊയ്കകൾ, രാജഹംസങ്ങൾ തുടങ്ങി അതിസുന്ദരമായ ഒരു പുരി. സരോവരത്തിൻ്റെ 4 വശത്തും സുവർണവൃക്ഷങ്ങൾ, ഇടയ്ക്ക് രത്നസ്തംഭങ്ങളിൽ ചന്ദ്രോദയ സമാനമായ ശോഭ പരത്തുന്ന ദീപങ്ങൾ. ആ പുരിയുടെ നടുവിൽ രമ്യമായ ഒരു വനം നിർമ്മിച്ചു. 3 ലോകങ്ങളെയും വെല്ലുന്ന ഒരു സ്ഥാനം. രാമൻ അഴകാർന്ന ആ വനികയിലേക്ക് സീതയെയും കൊണ്ട് പ്രവേശിച്ചു. 2 പേരും ആ വനിയിൽ ഇരുന്നു. രാമൻ ജാനകി ദേവിയെ എത്ര സന്തോഷിപ്പിക്കാമോ അത്രത്തോളം സന്തോഷിപ്പിച്ചു. മധുരവചനങ്ങൾ കൊണ്ട് ആനന്ദിപ്പിച്ചു. പ്രഥമ യൗവനത്തിൽ ത്രൈലോക്യമോഹിനിയായ സീതയെപ്പോലെ ത്രിഭുവനത്തിലാർക്കും വിധാതാവ് രൂപകാന്തി നൽകിയിട്ടില്ല. രാമചന്ദ്രനും ചന്ദ്രമുഖിയായ സീതയും മധുര സംഭാഷണങ്ങൾ കൊണ്ട് ആനന്ദം പങ്കിട്ടു. രാജകർമ്മം വെടിഞ്ഞ രാമൻ പകലുകളെയും രാവുകളാക്കി. ഹരേ കൃഷ്ണ. സീതാദേവി ഗർഭിണിയായി. സീതാദേവിക്ക് 5 മാസം ഗർഭം. സീതാദേവി ലജ്ജയോടെ തലകുനിച്ചു. യമുനാ നദീതീരത്തുള്ള ശ്രാദ്ധദിനങ്ങളിൽ മുനികന്യകമാർ തയ്യാറാക്കിയ ഉണക്കലരിച്ചോറുണ്ണാൻ സീതാദേവിക്ക് മോഹം. മുനിപത്നിമാരോടൊത്ത് കുളിക്കുവാനും അരയന്നങ്ങൾ അന്നം പങ്കുവെക്കുന്നത് കാണാനും ആഗ്രഹം. അവിടെ യോഗിനിമാരോട് ഞാൻ ഇനിയും വരുമെന്ന് സത്യം ചെയ്തിരുന്നു. ആ സത്യം പാലിക്കാൻ എനിക്ക് മോഹമുണ്ട്. അവിടെ ചെന്ന് അവർക്കെല്ലാവർക്കും ഉപഹാരങ്ങൾ നൽകണം. സീതാദേവി ലജ്ജയോടുകൂടി ശ്രീരാമചന്ദ്രനോട് പറയുന്നു. ഹരേ കൃഷ്ണ. ഇങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും ജീവിച്ചു പോരുമ്പോൾ ഒരു വലിയ കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. അത് പലരും അറിഞ്ഞിരുന്നില്ല. പൗരന്മാർ പലതും പറഞ്ഞു തുടങ്ങി. അത് പല വഴിക്കും
രാമൻ്റെ കാതിൽ എത്താൻ തുടങ്ങി. രാവണൻ്റെ കോട്ടയിൽ 10 മാസമുണ്ടായിരുന്ന സീതയുമൊത്ത് രാമൻ കേളിയാടുന്നു. രാമൻ പുറത്തേക്കിറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് രാമൻ കേട്ട് കാണുമോ എന്ന് ഓരോരുത്തരും രഹസ്യമായി ചോദിക്കുന്നതും ശ്രീരാമചന്ദ്രൻ്റെ കാതിലെത്തി. പക്ഷേ ഇതൊന്നും പാവം ജാനകി അറിഞ്ഞില്ല. ദശരഥൻ ധർമാനുസരണം നടത്തിയിരുന്ന രാജ്യത്തിൽ ഇപ്പോൾ ആർക്കും സന്താപമില്ലല്ലോ. ഒരിക്കൽ രാമൻ സഭയിൽ ചോദിച്ചു, ഞാൻ രാജ്യം ഭരിക്കുന്ന ഇക്കാലത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു പറയൂ മന്ത്രിമാരെ. ഇങ്ങനെ ചോദിച്ചിട്ട് ആരും ഒരക്ഷരവും പറഞ്ഞില്ല. ഭദ്രൻ എന്ന ഒരു മുഖ്യ സചിവൻ എഴുന്നേറ്റ് തൊഴുകൈയോടെ രാമനോട് ഉണർത്തിച്ചു. ദുർമുഖനായി നിഷ്ഠൂരഭാവത്തിൽ നിർഭയനായി രാമനോട് പറഞ്ഞു, രഘുനാഥ ശ്രദ്ധിക്കൂ, രഘുവംശ രാജാക്കന്മാരുടെ സജീവന്മാരിൽ പ്രധാനിയാണ് ഞാൻ. പ്രജകളെല്ലാം അങ്ങയുടെ മംഗളമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ പ്രസാദത്തിൽ ആർക്കും യാതൊരു ബഹുമാനക്കുറവും ഇല്ല. ഇവിടെ ആർക്കും ഒരു സന്തോഷക്കുറവും ഇല്ല. രാജാ ദശരഥൻ്റെ കാലത്ത് പ്രജകൾ നിത്യവും സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറി, ദാരിദ്ര്യമുണ്ട്. എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ ഈ വിധം വരുന്നത്? രാജാവ് എന്തെങ്കിലും ഹീനകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? രാജാവിൻ്റെ പുണ്യം കൊണ്ട് പ്രജകൾക്ക് സുഖവും രാജാവിൻ്റെ പാപം കൊണ്ട് പ്രജകൾക്ക് ദുഃഖവും ഉണ്ടാകുന്നു. രാജൻ, സജീവൻ എന്ന നിലയിൽ ഞാൻ പറയുന്നില്ല, ഭയമുണ്ട് പറയാൻ. ഇത് കേട്ട് രാമൻ പറഞ്ഞു, ഭയം വേണ്ട, സജീവൻ പറഞ്ഞുകൊള്ളുക. ഭദ്രൻ വീണ്ടും രാമനെ നമസ്കരിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങളെല്ലാം ജാനകിയുടെ കാര്യം പറയുന്നു. ദേവാസുര യുദ്ധം പോലെ വലിയ യുദ്ധം നടന്നു. രാവണനെ വധിച്ച് രാമൻ സീതാദേവിയെ വീണ്ടെടുത്തു. സീതയ്ക്ക് ദോഷമൊന്നുമില്ല എന്ന് ധരിച്ചുകൊണ്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. നിർമ്മലമായ കുലത്തിൽ കറുത്ത പാട് വീണു കഴിഞ്ഞിരിക്കുന്നു മഹാരാജൻ. ഹരേ കൃഷ്ണ. രാവണൻ്റെ തോളിലിരുന്ന നാരി അന്തഃപുരത്തിൽ അങ്ങയോടൊത്ത് സുഖമായി കഴിയുന്നു. ഈ ദുഷ്കീർത്തി എല്ലാവരും പറഞ്ഞു നടക്കുന്നു. നേരെ പറയാൻ ആർക്കും ധൈര്യമില്ല, ഭയമാണ്. ഭദ്രൻ കറുത്ത മുഖവുമായി ഇത് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇടിവെട്ടേറ്റതുപോലെ തരിച്ചു നിന്നുപോയി. രാമൻ എല്ലാ സജീവന്മാരോടും പറഞ്ഞു, പറയാനുള്ളതെല്ലാം ധൈര്യമായി തുറന്നു പറയുക. രാമൻ്റെ ആജ്ഞ കിട്ടിയപ്പോൾ സജീവന്മാരെല്ലാവരും ഇതുതന്നെ പറഞ്ഞു. ഭദ്രൻ പറഞ്ഞത് ശരിയാണ്. ഇതു കേട്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ നാരായണൻ തൻ്റെ വിധി ഓർത്ത് നിശ്വസിച്ചു. ഹരേ കൃഷ്ണ. വളരെ ദുഃഖകരമായ ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. മനുഷ്യൻ ഓരോന്നും ഇപ്പോഴും കൽപ്പിച്ചുകൂട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതൊരാൾ പറയും, മറ്റൊരാൾ അത് ഏറ്റുപറഞ്ഞ് എന്തൊക്കെ നാശമുണ്ടാക്കാമോ അത്രത്തോളം നാശങ്ങൾ ഉണ്ടാക്കും. അത് ഈ കലിയുഗത്തിൽ മാത്രമല്ല നടന്നത്, മുമ്പുള്ള യുഗങ്ങളിലും ഇതുതന്നെയായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവം. അത് ഇപ്പോൾ കൂടി വരുന്നതേ ഉള്ളൂ. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. രാമായണം വായിച്ചു പഠിക്കുമ്പോൾ ഇതിലെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാക്കി നമ്മളെ സ്വയം തിരുത്തണമെങ്കിൽ തിരുത്തി മുമ്പോട്ട് പോവുക. അതിനാണ്
ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ.